അവളെ പ്രണയിനിയാക്കിയതാരേ. ഞാനെന്ത് തെറ്റാ ചെയ്തത്? എന്റേതായ ലോകത്ത് ഞാൻ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്നായിരുന്നു. എന്തിനാ എന്റെ അടുത്തേക്ക് ജോണേട്ടനെ കൊണ്ടുവന്നത്? എന്തിനാണ് എന്നെ ജോണേട്ടനെ കൂട്ടിമുട്ടിപ്പിച്ചത്? എനിക്ക് മോഹങ്ങൾ തന്നത്, ആശിപ്പിച്ചത്, എന്നിട്ട് എല്ലാം തട്ടിക്കളഞ്ഞില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെങ്കിലും കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നു. എനിക്ക് പറ്റുന്നില്ല. വിഷ്ണുവിനെ എനിക്ക് പേടിയാണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അയാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. മായ, മോളെ നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ ഞാൻ അപ്പുറത്തൊക്കെ തിരക്കി. എന്താ അമ്മ? ഏയ് ഒന്നുമില്ല, മോളെ കാണാത്തോണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്ത് പറ്റി? മോളുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. വിഷ്ണു എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല അമ്മ. മോക്ക് ഈ അമ്മയുടെ ദേഷ്യമാണോ? ഏയ് ഒരിക്കലുമില്ല അമ്മ. ഞാൻ മോളുടെ സമ്മതം പോലും ചോദിക്കാതെയല്ലേ വിഷ്ണുവായിട്ടുള്ള കല്യാണം നടത്തിയത്. മോക്കറിയോ, ഞാൻ ആ തീരുമാനം പെട്ടെന്ന് എടുത്തതൊന്നുമല്ല. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? വിഷ്ണുവിന്റെ പെണ്ണായിട്ട് ഞാൻ നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കാര്യം വിഷ്ണുവിനോട് പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് നിന്നോട് പറയാൻ വേണ്ടിയിരുന്നതാണ്. അപ്പോഴാ വിഷ്ണു എന്ന് പറഞ്ഞത് അവന് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും അമ്മ നമ്മളെ കല്യാണം നടത്തി തരണമെന്നൊക്കെ. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയാതെ നിന്ന ഒരു നിമിഷമായിരുന്നു അന്ന്. എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും പാതി മനസ്സോടെ ഞാൻ സമ്മതിച്ചു. അപ്പോഴും വിഷ്ണുവിന്റെ പെണ്ണായി ഞാൻ നിന്നെ മാത്രമേ കണ്ടിരുന്നുള്ളൂ മനസ്സിൽ. അന്ന് കല്യാണ ദിവസം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അഭി വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത്. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നും അവ പോവുകയാണെന്നും അന്വേഷിക്കരുതെന്നൊക്കെ. പിന്നെ ഞാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല. എന്റെ ആഗ്രഹം പോലെ നിന്റെയും വിഷ്ണുവിന്റെ കല്യാണം ഞാൻ നടത്തി. മായ, വിഷ്ണു പഴയതുപോലെയാണോ നിന്നോട് ഇപ്പോഴും? ഏയ് ഇല്ലമ്മ. മോളെ നീ എന്ന് എന്റെ മോന്റെ കൂടെ ഉണ്ടാവില്ലേ? അവനെ ഒരിക്കലും നീ തനിച്ചാക്കരുത്. പറ മായ, നീ എന്നോന്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളൊക്കെ വിട്ടിട്ട് എവിടെ പോവാനാ അമ്മ? എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ദാ വിഷ്ണു വന്നല്ലോ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് വിഷ്ണുട്ടൻ പോയിട്ട് വാ. ഞാൻ വരുന്നില്ല. എന്തുപറ്റി? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഒന്ന് കിടന്നാ മതി, മാറിക്കോളൂ. എന്നാ താൻ കിടന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ, അപ്പോഴ് മനപ്പുറം ഒഴിഞ്ഞു മാറിയതാണ്. ഈ
ഇവളിതാരോടെ ഈ ചിരിച്ച് സംസാരിക്കുന്നത്? വിഷ്ണുട്ട എന്തായി കാണിക്കുന്നേ? നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് മാറിയോ? എന്താടി ഒന്നും മിണ്ടാത്ത? നിന്റെ നാവറിങ്ങിപ്പോയോ? ഇതേ നോക്കുമായ, ഞാൻ ഇപ്പൊ മാറാൻ ശ്രമിക്കുകയാണ്. നീയായിട്ട് എന്നെ പഴയ വിഷ്ണു ആക്കരുത്. ഹലോ, എന്താ ജുണേട്ട കാണണമെന്ന് പറഞ്ഞേ? വെറുതെ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വിളിപ്പിച്ചത്. ഇതിപ്പോ വന്നിട്ട് അരമണിക്കൂറായി. ഇങ്ങനെ വെറുതെ ഇരിക്കാനാണോ എന്നെ വിളിപ്പിച്ചത്? മായ, വിഷ്ണു ഇപ്പോഴും പഴയതുപോലെയാണോ നിന്നോട്? അത് ശരി, ഇത് ചോദിക്കാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മായ, ഞാൻ ചോദിച്ചതിന് മറുപടി താ. എനിക്കറിയില്ല, ഞാനിപ്പോ ഒന്നും ശ്രദ്ധിക്കാറില്ല. എന്താണ് ഇങ്ങനെ? നമ്മുടെ കാര്യം ആദ്യമേ അമ്മയോട് പറയാനുള്ളതായിരുന്നു, വൈകിപ്പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ വിഷ്ണുട്ടന്റെ കല്യാണം അതമ്മ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. മായ, നീ എന്തായി പറഞ്ഞു വരുന്നത്? അതെ ജുനേട്ട, അമ്മ തന്നെയാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. എന്ത് കാര്യം? മായ, നീ ഒന്ന് തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, അപ്പോ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല നിന്റെ വിഷ്ണുവിന്റെ വിവാഹം. ഇത് എബ്രഹാം സാറ്, മായ, ഇവരെന്താ ഇവിടെ? എന്നാ ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞാൻ കൊണ്ടാക്കാം. ഏയ്, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ശരിയെന്നാ. അമ്മ, മായ ഒന്നില്ലേ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇല്ല, അവള് വരാൻ വൈകും. എന്തോ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. എന്താടാ? ഏയ്, ഒന്നുമില്ല. നീ എന്താ വരാൻ ലേറ്റ് ആയത്? എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ദാ ഇറങ്ങി. മായ എവിടെ? അവളെ വിളിക്ക്. മായ പോയല്ലോ, ഇതാ ഇപ്പൊ പോയതേ ഉള്ളൂ. പോയെന്നോ? റൂമിൽ കണ്ടില്ല. ഞാൻ കരുതി ഇവിടെ താഴെ അമ്മയുടെ അടുത്ത് ഉണ്ടാവുമെന്നു. നിന്നോട് പറയാതെയാണോ മായ പോയത്? ഇല്ല അമ്മ, അവളെന്നോട് പറഞ്ഞതാ, ഞാൻ ഓർത്തില്ല, മറന്നുപോയി. എന്നാ ശരി അമ്മ, പോയിട്ട് വരാം. വിഷ്ണു, എന്താടാ? 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ലടാ. എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. പിന്നെന്താടാ? അത്
എടാ അത് നിനക്ക് തോന്നിയതാവും. മാത്രമല്ല എബ്രഹാം സാറുമായും ചിലപ്പോൾ യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാവും. അങ്ങനെ അവർ സംസാരിച്ചിട്ടുണ്ടാവും. എടാ ആദ്യം നീ നിന്റെ ദേഷ്യം ഒന്ന് നിർത്ത്. എന്നിട്ട് അവളോട് കുറച്ച് ഫ്രണ്ട്ലി ആയി സംസാരിക്കുക. മാത്രമല്ല അവളെ അങ്ങോട്ട് ഇടയ്ക്ക് നീ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച ഒന്ന് മാറിക്കിട്ടും. അഭി ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. മാത്രമല്ല ഞാൻ അവളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നവരും അവളെന്നെ അന്യരെ പോലെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക. ഞാൻ പിന്നെ എന്ത് വേണം? നീ ഒന്ന് പറഞ്ഞതാ. വിഷ്ണു, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കേ. ശരിക്കും നിനക്ക് മായയോടുള്ള ഫീലിങ്സ് എന്താ? എനിക്കറിയില്ല അബി. പക്ഷെ അവൾ ഞാനൊഴികെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. അത് കാണുമ്പോൾ എനിക്ക് അവളോട് നല്ല ദേഷ്യം തോന്നാറുണ്ട്. ഞാൻ മാത്രം അവളെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറിപ്പോവും. അത് കാണുമ്പോൾ ദേഷ്യമാണോ സങ്കടമാണോ എനിക്കറിയില്ല അബി. ഇക്കാര്യത്തെ അവളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലല്ലേ നീ അവളോട് ഓരോന്ന് കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്.